PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒരു ഫാസ്റ്റ് റിവിഷൻ ചെയ്യാം. ന്യൂ CAG ഓഫ് ഇന്ത്യ കെ സഞ്ജയ് മൂർത്തി. 16th ബ്രിക്സ് സമ്മിറ്റ് വെന്യൂ റഷ്യ. ബുക്കർ പ്രൈസ് സമന്ത ഹാർവേ. സമന്ത ഹാർവേയുടെ ഓർബിറ്റലിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഒളിമ്പിക്സ് 2028 വേദി ലോസ് ഏഞ്ചൽസ്. ISROയുടെ പുതിയ ചെയർമാൻ വി നാരായണൻ. ന്യൂ CAG ഓഫ് ഇന്ത്യ കെ സഞ്ജയ് മൂർത്തി. 16th ബ്രിക്സ് സമ്മിറ്റ് വേദി റഷ്യ. ബുക്കർ പ്രൈസ് സമന്ത ഹാർവേയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ് ലഭിച്ചത്. ഒളിമ്പിക്സ് 2028 വേദി ലോസ് ഏഞ്ചൽസ്. ഇസ്രോയുടെ ചെയർമാൻ വി നാരായണൻ. RBI ഗവർണർ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി 2025 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും 2 സ്ഥലങ്ങളിലായിട്ടാണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 നടക്കുന്നത്. ഓക്കെ. 34ാമത്തെ വ്യാസ് സമ്മാനം ലഭിച്ചതാർക്ക്? സൂര്യബാലയ്ക്കാണ് 34ാമത്തെ വ്യാസ് സമ്മാനം ലഭിച്ചത്. വ്യാസ് സമ്മാനം ലഭിച്ചത് സൂര്യബാല. എത്രാമത്തേതാണ്? 34. 3, 4 അടുത്തടുത്ത നമ്പേഴ്സാണ്. ന്യൂ ചീഫ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് അമർപ്രീത് സിംഗ്. ന്യൂ ചീഫ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് അമർപ്രീത് സിംഗ് ആണ് എയർഫോഴ്സിൻ്റെ പുതിയ ചീഫ്. അമർപ്രീത് സിംഗ്. റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത് ഹയാവോ മിയസാക്കി. ഇതൊക്കെ PSC എക്സാംസിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തത്. സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏത് എക്സാംസിലും PSC ആയാലും SSC ആയാലും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത് ഹയാവോ മിയസാക്കിക്കാണ്. ഹു ഹാസ് വോൺ വുമൻസ് സിംഗിൾസ് ടൈറ്റിൽ അറ്റ് വിംബിൾഡൺ ഓപ്പൺ. വിംബിൾഡൺ ഓപ്പൺ ലഭിച്ചത് ബാർബറ ക്രെജിക്കോവയ്ക്കാണ്. 2024 വിംബിൾഡൺ ഓപ്പൺ ആണ് ഡിസ്കസ് ചെയ്തത്. ലഭിച്ചത് ആർക്കാണ്? ബാർബറ ക്രെജിക്കോവ. ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 ലഭിച്ചത് അലോക് ശുക്ലയ്ക്കാണ്. ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അലോക് ശുക്ല. അലോക് ശുക്ലയ്ക്കാണ് ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസ് ലഭിച്ചത്. സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ 2024 സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ മാർക്ക് റുട്ടിയാണ്. മാർക്ക് റുട്ടി. ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചു വെക്കണം. മാർക്ക് റുട്ടിയാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ. ധർമ്മ ഗാർഡിയൻ എക്സസൈസ് എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ധർമ്മ ഗാർഡിയൻ. ധർമ്മ ഗാർഡിയൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. നീരജ് ചോപ്ര എത്ര മീറ്റർ എറിഞ്ഞിട്ടാണ് സിൽവർ മെഡൽ ലഭിച്ചത്? 89.45 മീറ്ററാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര എറിഞ്ഞത്. 89.45 മീറ്റർ. ആർക്കിടെക്ട് ഓഫ് റാം മന്ദിർ ഇൻ അയോധ്യ. അയോധ്യയിലെ രാം മന്ദിരത്തിൻ്റെ ആർക്കിടെക്ട് ആരാണ്? ചന്ദ്രകാന്ത് സോംപുരയാണ്. ചന്ദ്രകാന്ത് സോംപുരയാണ് റാം മന്ദിറിൻ്റെ ആർക്കിടെക്ട്. ഓക്കെ. അയോധ്യയിലുള്ള രാം മന്ദിരത്തിൻ്റെ ആർക്കിടെക്ട് ചന്ദ്രകാന്ത് സോംപുര. പുതിയ റവന്യൂ സെക്രട്ടറി 2025 ഇപ്പോൾ അപ്പോയിൻ്റ് ആയിട്ടുള്ള റവന്യൂ സെക്രട്ടറിയാണ് തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയാണ് നമ്മുടെ പുതിയ റവന്യൂ സെക്രട്ടറി. വിച്ച് കൺട്രി ഹാസ് ബീൻ ഒഫീഷ്യലി ഡിക്ലെയർഡ് മലേറിയ ഫ്രീ ബൈ WHO റീസെൻ്റ്ലി. മലേറിയ ഫ്രീ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ അടുത്ത് പ്രഖ്യാപിച്ചത് ഈജിപ്തിനെയാണ്. ഈജിപ്തിനെയാണ് മലേറിയ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചത്. വേർ വാസ് ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനോഗ്രേറ്റഡ്. ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനോഗ്രേറ്റ് ചെയ്തത് പൂനെയിലാണ്. പൂന. ഡെസ്റ്റിലിക് എക്സസൈസ് നടക്കുന്നത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള എക്സസൈസ് ആണ് ഡെസ്റ്റിലിക് എക്സസൈസ്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും. മഹാബോധി മഹോത്സവം സെലിബ്രേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാബോധി മഹോത്സവം മധ്യപ്രദേശാണ്. മഹാബോധി മഹോത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശാണ്.
ലോക അഴിമതി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 9. ഇന്ത്യയിലെ റൈറ്റേഴ്സ് വില്ലേജ്, ഇന്ത്യയിൽ ഈ അടുത്തായിട്ടൊരു റൈറ്റേഴ്സ് വില്ലേജ്, എഴുത്തുകാരുടെ ഒരു വില്ലേജ് ഉദ്ഘാടനം ചെയ്തു. ഡെറാഡൂണിലാണ് റൈറ്റേഴ്സ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തത്. ഡെറാഡൂൺ. ഫിഫ വേൾഡ് കപ്പ് 2034 വേദി സൗദി അറേബ്യയാണ്. ഫിഫ വേൾഡ് കപ്പ് 2034 വേദി സൗദി അറേബ്യ. ഹു ഹാസ് ബീൻ ഹോണർഡ് വിത്ത് UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ്? UNEPയുടെ യുണൈറ്റഡ് നാഷണൽ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ് UNEP. അതിൻ്റെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ്. UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് മാധവ് ഗാഡ്ഗിൽ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ന്യൂ പ്രൈം മിനിസ്റ്റർ ജൂഡിത്ത് സുമിൻവ ടുളൂക്കയാണ്. ഓക്കെ, റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ന്യൂ പ്രൈം മിനിസ്റ്റർ, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്ററാണ് ജൂഡിത്ത് സുമിൻവ ടുളൂക്ക. ജൂഡിത്താണ് കോങ്കോയുടെ പ്രൈം മിനിസ്റ്റർ. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യസ് GDP? ഏത് സംസ്ഥാനമാണ് ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനമാണ് ലാംലൈ ഫെസ്റ്റിവൽ ആഘോഷിച്ചത്? ലാംലൈ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഈ അടുത്ത് ആഘോഷിച്ചു. മണിപ്പൂരാണ് ലാംലൈ ഫെസ്റ്റിവൽ ഈ അടുത്തായിട്ട് ആഘോഷിച്ചത്. ഊർജവീർ എന്ന് പറയുന്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. നമുക്കൊന്നുകൂടി പറയാം. ന്യൂ CAG ഓഫ് ഇന്ത്യ സഞ്ജയ് മൂർത്തിയാണ്. 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് വേദി റഷ്യ. ബുക്കർ പ്രൈസ് ലഭിച്ചത് സമന്തയുടെ ഓർബിറ്റലിനാണ്. ഒളിമ്പിക്സ് 2028 വേദി ലോസ് ഏഞ്ചൽസ്. ഇസ്രോയുടെ പുതിയ ചെയർമാൻ ആരാണ്? വി നാരായണൻ. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ RBI ഗവർണർ. 21ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ജമ്മു കാശ്മീരും അതോടൊപ്പം തന്നെ ലഡാക്കുമാണ്. 34ാമത്തെ വ്യാസ് സമ്മാനം ലഭിച്ചത് സൂര്യബാലയ്ക്കാണ്. ന്യൂ ചീഫ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്, എയർഫോഴ്സിൻ്റെ പുതിയ ഇന്ത്യൻ ചീഫ് അമർപ്രീത് സിംഗ്. റമൻ മാഗ്സസെ അവാർഡ് ലഭിച്ചത് ഹയാവോ മിയസാക്കി. വുമൺ സിംഗിൾസ് ടൈറ്റിൽ വിംബിൾഡൺ ലഭിച്ചത് ബാർബറ ക്രെജിക്കോവയ്ക്കാണ്. വിംബിൾഡൺ ലേഡീസ് ലഭിച്ചത് ആർക്കാണ്? ബാർബറ ക്രെജിക്കോവ. ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് 2024 ലഭിച്ചത് അലോക് ശുക്ല. സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ 2024 മാർക്ക് റുട്ടി. ധർമ്മ ഗാർഡിയൻ എക്സസൈസ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള എക്സസൈസാണ് ധർമ്മ ഗാർഡിയൻ. നീരജ് ചോപ്ര എത്ര മീറ്റർ എറിഞ്ഞിട്ടാണ് സിൽവർ മെഡൽ നേടിയത്? 89.45 മീറ്ററാണ് എറിഞ്ഞത്. ആർക്കിടെക്റ്റ് ഓഫ് റാം മന്ദിർ, അയോധ്യയിലെ റാം മന്ദിറിൻ്റെ ആർക്കിടെക്ട് ചന്ദ്രകാന്ത് സോംപുര. റവന്യൂ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെയാണ്. ഏത് രാജ്യമാണ് ഒഫീഷ്യലി മലേറിയ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്? ഈജിപ്താണ്. ഇന്ത്യയുടെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് പൂനെയിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഡസ്റ്റ് ലീക്ക് എന്ന് പറയുന്ന എക്സസൈസ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ളതായിരുന്നു. മഹാബോധി മഹോത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് മഹാബോധി മഹോത്സവം. ലോക അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ 9. ഇന്ത്യയിലെ റൈറ്റേഴ്സ് വില്ലേജ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഫിഫ വേൾഡ് കപ്പ് 2034 വേദി സൗദി അറേബ്യയാണ്. UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ലഭിച്ചത് നമ്മുടെ മാധവ് ഗാഡ്ഗിലിനാണ്. നോട്ട് ചെയ്യണം, മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തിൻ്റെയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാധവ് ഗാഡ്ഗിലിനെ നമ്മൾ ഓർക്കണം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ന്യൂ പ്രൈം മിനിസ്റ്റർ ജൂഡിത്ത് സുമിൻവ ടുളൂക്ക. ഏറ്റവും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. ഇതെല്ലാം PSC ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ഇനി ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി പഠിച്ചു വെക്കണേ. ഏത് സംസ്ഥാനമാണ് ലൈഫ് ഫെസ്റ്റിവൽ ആഘോഷിച്ചത്? മണിപ്പൂർ. ഊർജവീർ സ്കീം ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.